ആത്മാവിൻ്റെ വേദനകളാണ് എനിക്കെൻ്റെ നാടകം. ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടുന്നു. എപ്പോഴെപ്പോൾ ഈ ഒരു സർഗാത്മക പ്രവർത്തകനെ, ഒരു സാഹിത്യകാരനെ, ഒരു കവിക്ക്, ഒരു ചിത്രകാരനെ, ഒരു നാടകക്കാരൻ പ്രത്യേകിച്ചിട്ടും എപ്പോഴെപ്പോഴോ ഈ സാക്രിഫൈസ് അസാധ്യമായിത്തീരുന്നുവോ അപ്പോഴൊക്കെ ഒന്നുകിൽ അവൻ നിശബ്ദനാകുക, മൂകനാകുക, അല്ലെങ്കിൽ ഒടിച്ചോട്ടുണ്ടാകാറുണ്ട്. ആത്മഹത്യ തന്നെ എത്രയോ ആത്മഹത്യകൾ നമുക്കറിയാം. ചളിയിലേക്ക ഈ ഞങ്ങളൊക്കെ മുഖമടച്ച് വീഴുന്നത്. ചളിയിലേക്ക ഈ ഞങ്ങളൊക്കെ മുഖമടച്ച് വീഴുന്നത്. താജ്, പ്രിയപ്പെട്ട താജ്, അടിച്ചമർത്തപ്പെടുന്നവന്റെ നെടുവീർപ്പിനെയും നീ രചനയിലേക്ക് കൊണ്ടുവന്ന് അണയാ കനലുകളാക്കി. ആ കനലുകൾ അരങ്ങിൽ കത്തിജ്വലിച്ച ചെറുത്തുനിൽപ്പിന്റെ കനൽ ജ്വലനങ്ങൾ. ജോൺ എബ്രഹാം, സുരാസു, ജോസ് ചിറമ്മൽ, കൃഷ്ണകുമാർ, സുബ്രഹ്മണ്യദാസ്, ശിവകരൻ, ഗുഹൻ, റഫീഖ് തുടങ്ങി ഒരുപാട് പേർ നിന്നെപ്പോലെ ഉള്ളിൽ കനൽ പുകഞ്ഞ് വെന്തമർന്ന് പ്രതിരോധ പ്രത്യയശാസ്ത്രത്തിൻ്റെ കനൽ കനവുകളെ നെഞ്ചേറ്റിയവർ, ഈ കീഴ്മേൽ മറിഞ്ഞ കാലത്തോട് കലഹിച്ചവർ. നവോത്ഥാനത്തിൻ്റെ ഒരു കാലം, നവോത്ഥാനത്തിൻ്റെ ഒരു രാഷ്ട്രീയം, നവോത്ഥാന കാലത്തിൻ്റെ ഒരു സാംസ്കാരിക രൂപങ്ങൾ, വിനിമയ മാധ്യമങ്ങൾ എല്ലാം റദ്ദാവുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ശിവകരൻ്റെയും ജോൺ എബ്രഹാമിൻ്റെയും സുരാസുവിൻ്റെയും താജിൻ്റെയും അടക്കമുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ, ഒരുപക്ഷെ കേരളം ഏറ്റവും പ്രതീക്ഷയോടെ, ഏറ്റവും ഇഷ്ടത്തോടെ ഇപ്പോഴും ഓർക്കുന്ന, തങ്ങളിൽ ഒരാളായി ഇപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഈ സുഹൃത്തുക്കളുടെ ആത്മബലിയിലേക്ക് നമുക്ക് വരാം. ഗ്രാമങ്ങളിൽ നാടകക്കൊയ്ത്തിനായി നീ തീർത്തു ചെറുപാലങ്ങൾ പലതും. അധ്വാനിക്കുന്നവരുടെ കൂട്ടായ്മകൾ, പാലങ്ങൾക്ക് തൂണുകൾ ഉയർന്നു. ഒരു കത്ത്, ഒരലച്ചിൽ, ഒരു സൗഹൃദം, ഒരു ദോശ, ഒരു വട, കട്ടൻ ചായ, പുക, ഒരു കവിൾ ചാരായം, അല്പം ചർച്ച, ചോർച്ചയില്ലാത്ത നാടകബന്ധങ്ങൾ, ഒരു പുഴുങ്ങിയ മുട്ട, അല്പം മുളക്, മഞ്ഞയും വെള്ളയും വേർപെടാതെ കൃത്യം നടുപകുത്ത് വിശപ്പടക്കിയ കാലം, ആത്മസംഘർഷങ്ങൾ, പ്രതിരോധ ചിന്തകൾ. കേരളത്തിലെ ഒരു കലാകാരൻ ആത്മഹത്യ ചെയ്യപ്പെടുന്നതിന് കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യം എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ശിവകരൻ ആദ്യകാലത്ത് സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആദ്യ ബാച്ചിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് കുട്ടികളുടെ നാടകവേദികളിലൊക്കെ നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരുന്നതും വളരെ നല്ല തിയേറ്റർ പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ടാവുകയും അവസാനം ജീവിക്കാൻ വേണ്ടിയിട്ട് ഉപജീവനം ഒരു വല്ലാത്തൊരു പ്രശ്നമായി മാറിയപ്പോൾ ശിവകരൻ ദേഹണ്ണം പോലുള്ള, അല്ലെങ്കിൽ ശാന്തി പോലുള്ള, ബ്രാഹ്മണ സമുദായക്കാരനായിരുന്ന ശിവകരൻ ശാന്തി പോലുള്ള കാര്യങ്ങളിലേക്ക് തിരിയുകയും അങ്ങനെ വീണ്ടും തൻ്റെ ഉള്ളിലുള്ള നാടക സങ്കല്പത്തെ വീണ്ടും അരങ്ങിലെത്തിക്കുവാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള ശ്രമം എവിടെയൊക്കെയോ പരാജയപ്പെട്ടപ്പോൾ അവസാനം ഒരു നാടകത്തിലെ കഥാപാത്രത്തെ പോലെ ഒരു ട്രെയിനിൻ്റെ മുന്നിൽ വളരെ നിസ്സംഗനായി നിന്ന് ട്രെയിൻ മരണത്തെ സ്വയം വരിക്കുകയായിരുന്നു ശിവകരൻ.